അതിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നു തന്നെ രാജ്യത്ത് മടങ്ങിയെത്തും എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, പ്രധാനമന്ത്രി സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് മടങ്ങുന്നു. കശ്മീരിലെ സാഹചര്യം പരിഗണിച്ച് വിവരങ്ങൾ. ായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവിടെ വിപുലമായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാത്രി സൗദി കിരീടാവകാശിയുമായി അദ്ദേഹത്തിന് ഒരു അത്താഴ വിരുന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ അത്താഴ വിരുന്നിലടക്കം പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. അത്താഴ വിരുന്ന് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ഭീകരാക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ ഈ മേഖലയിലേക്ക് എത്താൻ, ജമ്മുകാശ്മീരിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ജമ്മുകാശ്മീരിലെത്തി ആഭ്യന്തരമന്ത്രി അവിടെ പ്രത്യേകമായിട്ടുള്ള ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ഒപ്പം തന്നെ ഗവർണർ അടക്കമുള്ള പ്രതിനിധികളുമായി അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ചർച്ച നടത്തി. ഇതിനോടകം തന്നെ സുരക്ഷ അടക്കമുള്ള ആ മേഖലയിൽ അതീവ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സംയുക്ത സൈന്യത്തെ അടക്കം അവിടെ എത്തിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. സ്ഥിതിഗതികൾ അദ്ദേഹം സൗദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം ഈ മേഖലയിൽ ജമ്മു കാശ്മീരിലേക്ക് എത്തുമോ, അവിടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അത്തരം സന്ദർശനം ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ നമുക്ക് ഇനി അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭ്യമാകുന്ന വിവരം ഇന്ന് രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുമെന്നുള്ളത് തന്നെയാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ തന്നെ അദ്ദേഹം ഒഴിവാക്കിയിരിക്കുന്നു. ഇന്ന് അവിടുത്തെ അത്താഴ വിരുന്നിലടക്കം അദ്ദേഹം പങ്കെടുക്കുമെന്ന് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നുവെങ്കിലും ഈ ഭീകരാക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അത്താഴ വിരുന്നിൽ നിന്നടക്കം അദ്ദേഹം വിട്ടുനിൽക്കുകയാണ്. ഇന്ന് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഉന്മേഷ്, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ഇതിനോടകം തന്നെ അമിത്ഷാ ശ്രീനഗറിൽ എത്തിയത്. അദ്ദേഹം അവിടെ സുരക്ഷാ നടപടികളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ടു പിന്നാലെ ഇപ്പോൾ തിരച്ചിലും നടക്കുന്നുണ്ടല്ലോ ആക്രമണം ഉണ്ടായ മേഖലയിൽ. വിനീത, പ്രധാനമന്ത്രി കൂടി തിരികെ എത്തിയ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ, ഉടനടി ഒരു നടപടി അങ്ങനെയായിരിക്കുമോ മുന്നോട്ട് പോവുക? വിനീത, ഉറപ്പായും ഉന്മേഷ്, അങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ തുടർ സൈനിക നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. സംയുക്ത സൈന്യം ഇപ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തുകയാണ്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്നും ഒരു ദയാദാക്ഷിണ്യമില്ലാത്ത തരത്തിൽ ശക്തമായ നടപടി ഭീകരതയ്ക്കെതിരെ കൈക്കൊള്ളുമെന്നും പ്രധാനമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. തുടർന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി. അവിടെയും പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ തുടർ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ പ്രധാനമന്ത്രി ശേഷം ഇപ്പോൾ തന്നെ അദ്ദേഹം സൗദിയിൽ ഇരുന്നു കൊണ്ട് ഈ നിരീക്ഷിക്കുന്നുണ്ട്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് ഉടൻ മടങ്ങും. ഇന്ന് പുലർച്ചെ അദ്ദേഹം ഇന്ത്യയിൽ തിരികെ എത്തും. അദ്ദേഹത്തിന്റെ സന്ദർശനം വെട്ടിച്ചുരുക്കുകയാണ് കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം ശ്രീനഗറിൽ എത്തി. അദ്ദേഹം സുരക്ഷാ നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ആക്രമണം ഉണ്ടായ മേഖലയിൽ സൈന്യവും അർദ്ധസൈനിക വിഭാഗങ്ങളും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് ഭീകരർക്ക് വേണ്ടി. അങ്ങനെ ഇന്ത്യ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ് ഈ ആക്രമണം ഉണ്ടായ മേഖലയിൽ. അതിനിടയിൽ പ്രധാനമന്ത്രി കൂടി ഇപ്പോൾ സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം സൗദി അറേബ്യയിലെത്തിയത്. സൗദിയിലെ ജിദ്ദയിൽ അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. അദ്ദേഹത്തിന് നാളെയും കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് വെട്ടിച്ചുരുക്കിയാണ്, സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് പ്രധാനമന്ത്രി രാജ്യത്തേക്ക് മടങ്ങുന്നത്. നാളെ പുലർച്ചെ അദ്ദേഹം രാജ്യത്ത് മടങ്ങിയെത്തും. കശ്മീരിലെ സ്ഥിതിഗതികൾ അദ്ദേഹം അവിടെ
അവിടെ ഇരുന്ന് വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം ജമ്മു കാശ്മീരിൽ എത്തിയിരിക്കുന്നത്. ശ്രീനഗറിലാണ് ഇപ്പോൾ അമിത്ഷാ ഉള്ളത്. അദ്ദേഹം അവിടെ എത്തി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലഫ്റ്റനന്റ് ഗവർണറുമായും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ സൈനിക നടപടികൾ ഇപ്പോൾ അവിടെ ശക്തമായ തിരച്ചിൽ ഉൾപ്പെടെ നടക്കുന്ന അർദ്ധസൈനിക വിഭാഗങ്ങളും ജമ്മു കാശ്മീർ പോലീസും ഒക്കെ സൈന്യത്തിനൊപ്പം ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഭീകരർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി രാജ്യത്തേക്ക് തിരികെ എത്തുന്നു. അദ്ദേഹം അല്പസമയത്തിനകം ജിദ്ദയിൽ നിന്ന് യാത്ര തിരിക്കും. ഇന്ന് അദ്ദേഹം നാളെ പുലർച്ചെ രാജ്യത്തേക്ക് മടങ്ങിയെത്തും എന്നാണ് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തും.